ദിവസം ഈരാറ്റുപേട്ടയിൽ ഒരു വാഹന അപകടമുണ്ടാകുകയും ആ വാഹന അപകടത്തിൻ്റെ പേരിൽ ഇവിടെ വലിയ വർഗീയപരമായ അല്ലെങ്കിൽ ഒരു ചേരിതിരിവുണ്ടാക്കുവാൻ അല്ലെങ്കിൽ പരാമർശം നടത്തിക്കൊണ്ട് ഒരു വ്യക്തി ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് അപലപിക്കേണ്ടത് തന്നെയാണ്. വാഹനാപകടം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു വിഷയം ഉണ്ടാവാം. വാഹനാപകടം ഉണ്ടായതിൻ്റെ ബാക്കി അതിൻ്റെ ഇൻഷുറൻസ് വാങ്ങിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേറ്റുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക. അപ്പോൾ ഇതിൽ വാഹനാപകടം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായത്, രണ്ട് കുട്ടികൾ തൊട്ട് ഫ്രണ്ടിൽ പോയി അവർ ബൈക്ക് വലത്തേക്ക് തിരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിച്ച വണ്ടി സടപ്പടയിൽ കിട്ടുന്നതാണ്. ഭാര്യയ്ക്ക് ഒരു പക്ഷേ അത്ര കൃത്യമായ ഡ്രൈവിംഗ് അറിയാമായിരുന്നെങ്കിലും ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അതായത് ആ സ്കൂട്ടറുമായി ഈ കാർ ഇടിച്ചതിന് ശേഷം പുറകിൽ വന്ന വാഹനം ഇടിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലീസ് മുറ ഉപയോഗിച്ചു എന്ന് വേണം പറയാം. കുട്ടികളെ താക്കോൽ വലിച്ചുകയും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത്, അപ്പം അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവാതിരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇത് തീർച്ചയായിട്ടും അപലപിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈരാറ്റുപേട്ട എന്തോ വലിയ ഒരു ഭീകര കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാൻ കുറേ കാലമായി ചില ശക്തികൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് ശരിയല്ല. ഇത് നമുക്ക് അവസാനിപ്പിക്കണം. ഈരാറ്റുപേട്ടയിൽ മതസൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ പേര് കേട്ട ഒരു പ്രദേശമാണ്. നമുക്ക് ഈ അടുത്ത ദിവസം നമ്മുടെ അരുവിത്തറ പള്ളി പെരുന്നാളിന് നമ്മൾ കണ്ട എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് ആ പെരുന്നാളിനെ ഒക്കെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഈ നീക്കം ഇത് അപലപനീയമാണ്. ആരാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും അവർ പിന്തിരിഞ്ഞേ മതിയാവും. തീർച്ചയായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലെ പൊതുജനസമൂഹം ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഈ നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതിനെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ ഇതുപോലെ ഇവിടെ ടാറിങ് എടുക്കുക, ഞാൻ ചവിട്ടി ഒരു പാവപ്പെട്ട പിക്കപ്പുകാരൻ വന്ന് ഇടിച്ചു. അപ്പം തന്നെ ആളുകളെല്ലാം കൂടി എന്നെ മനസ്സിലായി. അപ്പോൾ നീ പുറകെ പിടിച്ചില്ല, അത് ഇടപാട് തീർക്കാറുണ്ട് ആൾക്കാർ എന്നോടൊപ്പം കൂടുകയായിരുന്നു. അപ്പം ഞാൻ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ മനസ്സിലായി. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ എന്നെ വേണം ചെയ്തേക്കാം, ഒരു പ്രശ്നമില്ല, അവർ എന്ത് വേണം തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പണിതപ്പോൾ 13,000 രൂപയായി. പക്ഷേ എനിക്ക് എൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, ബമ്പർ ടു ബമ്പറായിരുന്നു. എനിക്ക് ചിലവായ 1000 രൂപയായി. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് 5000 രൂപയായി കൊടുത്തു. സാറേ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതായത് അയാൾ 5000 രൂപ വന്നപ്പോൾ അയാൾ ഒന്ന് വാങ്ങിച്ചിട്ട് മോശമുള്ള 500 രൂപ വാങ്ങിച്ചിട്ട് ഞാൻ 500 ബാക്കി 1500 രൂപ തിരിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, വാഹനാപകടമൊക്കെ സ്വാഭാവികമുണ്ടോ? വാഹനാപകടം ഉണ്ടാകുമ്പോൾ അന്നേരം ഇവിടെ ജാതി ചോദിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ആരെങ്കിലും പറഞ്ഞാൽ അത് വ്യക്തമായി ഗൂഢാലോചനയാണ്. ആരാണ് അദ്ദേഹത്തെ കുറിച്ച് ഇത് പറയിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. ഇനിയും നമുക്ക് ഈരാറ്റുപേട്ടയെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശം, നമ്മുടെ നാടിനെ നശിപ്പിക്കുവാനുള്ള ഈ ചിദ്രശക്തികളുടെ നീക്കത്തിനെതിരെ അതിശക്തമായി നമുക്ക് പോരാടണം, ഒറ്റക്കെട്ടായി.